ഭരണപ്രതിപക്ഷ എതിർപ്പില്ലാതെ പാസ്സാക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ബില്ലുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നുണ്ട്. മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള ബില്ല്. എന്തല്ലേ, പല മന്ത്രിമാരുടെയും വീട്ടിൽ തീ പകഞ്ഞിട്ട് വർഷങ്ങളായിരിക്കുന്നു. ഈ അവസരത്തിൽ അതൊരു നല്ല തീരുമാനമാണ്. പട്ടിണി മരണം ഒഴിവാക്കാലോ. ശമ്പളം 50% വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ബില്ലിന്റെ കരട് തയ്യാറാക്കാനാണ് ആലോചന. ഇക്കാര്യത്തിലുള്ള ഭരണപ്രതിപക്ഷ ഐക്യത്തെ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. ജൂണിൽ നിയമസഭാ സമ്മേളനം അവതരിപ്പിക്കും. അപ്പോൾ ഈ ബിൽ അവതരിപ്പിക്കാനാണ് പദ്ധതി. ശമ്പള വർധനയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ശുപാർശകളുള്ളത്. അലവൻസുകളും ആനുകൂല്യങ്ങളും 30% മുതൽ 35% വരെ കൂട്ടാനാണ് ശുപാർശ. മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും 97,429 രൂപയാണ് അലവൻസും ശമ്പളവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിയമസഭാ സമ്മേളനം ചേർന്നിരുന്നു. ആ സമ്മേളനത്തിൽ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് ബിൽ അവതരിപ്പിക്കാനുള്ള ഒരു ആലോചനയും ഉണ്ടായിരുന്നു. പക്ഷേ അത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്ക മൂലം മാറ്റിവെച്ചു. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി എന്തു വേണമെങ്കിലും ആവാലോ. പാലം കടക്കുന്നത് വരെ നാരായണ നാരായണ, പാലം കടന്നു കഴിഞ്ഞാലോ കൂരായണ കൂരായണ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അടുത്ത വർഷം അവസാനം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അവിടെയും തിരിച്ചടി. ബില്ല് പാസ്സാക്കാൻ പറ്റിയ അവസരം ഇത് തന്നെയാണ്. ഇതിനു മുൻപ് 2018 മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളം കൂട്ടിയത്. മന്ത്രിമാരുടെ ശമ്പളം 55,012 രൂപയിൽ നിന്നും 97,429 രൂപയാക്കി. മാത്രമല്ല VIP സൗകര്യങ്ങളും ലിസ്റ്റിൽ ഉൾപ്പെടും. കിലോമീറ്റർ അടിസ്ഥാനത്തിൽ യാത്രാബത്ത, മന്ത്രിമാർക്ക് വാഹനവും വസതിയും, എന്തിന് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും തിരുവനന്തപുരത്തിന് പുറത്ത് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസുകളിലും അവർക്ക് താമസിക്കാം. നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർ അമേരിക്കയിലും ഉഗാണ്ടയിലും പോയി ചികിത്സ തേടുന്ന വിവരങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, രോഗം വന്നാൽ വിദേശത്തുൾപ്പെടെ ചികിത്സിക്കുന്നതിനുള്ള ചെലവ് വഹിക്കുന്നത് മറ്റാരുമല്ല, സർക്കാരാണ്. അത് മുതലാക്കണ്ടേ? അതുകൊണ്ടാണ് ചെറിയൊരു ജലദോഷത്തിന് പോലും ഫ്ലൈറ്റ് പിടിച്ച് മന്ത്രിമാർ അങ്ങോട്ടേക്ക് പോകുന്നത്. ആ പോകുന്ന പോക്ക് ഒരു 1.5 പോക്കായിരിക്കും. എന്നിട്ടും തീരുന്നില്ല. ജീവിത പങ്കാളികളുടെ ചികിത്സാ ചെലവും സർക്കാർ തന്നെ ഏറ്റെടുക്കും. മുൻ നിയമസഭാ അംഗങ്ങൾക്കും ചികിത്സാ ചെലവിന് അർഹതയുണ്ട്. പോരാത്തതിന് കാലാവധി കഴിഞ്ഞ നിയമസഭാ അംഗങ്ങൾക്കും പെൻഷനും ലഭിക്കും. സംസ്ഥാനം ആകെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുമ്പോഴാണ് മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളം കൂട്ടാൻ സർക്കാർ ആലോചിക്കുന്നത്. ആലോചനയൊക്കെ നല്ലത് തന്നെ, നല്ല തീരുമാനം. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ 63 ദിവസം തുടർച്ചയായി CPO റാങ്ക് ഹോൾഡർമാർ സമരം നടത്തിയിരുന്നു. പുല്ല് തിന്നു, തലമുണ്ടനം ചെയ്തു, മണ്ണ് തിന്നു, ശയന പ്രദക്ഷിണം ചെയ്തു, മുട്ടിലെഴിഞ്ഞു, അങ്ങനെ വിവിധതരമായ സമരമുറകൾ അനുഷ്ഠിച്ചിട്ടും സർക്കാർ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാൻ തയ്യാറായില്ല. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടും സിവിൽ പോലീസ് ഒഴിവുകളിലേക്കുള്ള നിയമനം സർക്കാർ നടത്തിയില്ല. വിവിധ ഭാരങ്ങളും പേറി പ്രതീക്ഷയോടെയാണ് ഉദ്യോഗാർത്ഥികൾ എത്തിയത്. സമരം അവസാനിപ്പിച്ച് മടങ്ങിയപ്പോൾ അവരുടെയെല്ലാം ഉള്ളിൽ കനലായിരുന്നിരിക്കണം. നിയമനങ്ങൾ നടത്താതിരുന്നതിനും കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണെന്നാണ് ആരോപണം. എന്നാൽ ഇത്രയും പ്രതിസന്ധി ഉണ്ടായിരുന്നിട്ടും മറ്റ് ആഡംബരങ്ങൾക്കും സൗകര്യങ്ങൾക്കും ഒന്നും സർക്കാർ ഒരു കുറവും വരുത്തിയില്ല. കേരളം മുഴുപട്ടിണി. ക്ഷേമ പെൻഷൻ മുതൽ വാർദ്ധക്യ പെൻഷൻ വരെ കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ലാതെ ഖജനാവ് കാലിയാണെന്ന് സർക്കാർ പറഞ്ഞ സാഹചര്യത്തിലാണ് നവകേരള സദസ്സും മന്ത്രിസഭയുടെ ആഡംബര ബസ്സും എത്തിയത്. ബസ്സിൽ പടി കയറേണ്ട ആവശ്യമില്ല. വാതിലിൽ ആളെത്തിക്കഴിഞ്ഞാൽ അത്യാധുനിക ഓട്ടോമാറ്റിക് ലിഫ്റ്റ് ആളിനെ അങ്ങ് ബസ്സിലെത്തിക്കും. പിന്നീട് ലിഫ്റ്റ് മടങ്ങി ബസ്സിലേക്ക് തിരികെ മാറും. ഈ സംഗതി കേരളത്തിൽ ആദ്യമായിട്ടാണ് പരീക്ഷിക്കുന്നത്. അതിന്റെ ക്രെഡിറ്റ് മാർക്ക സർക്കാരിന്. പെൻഷൻ അതത് മാസം ലഭിക്കുമെന്ന വാക്കും അവർ പാലിച്ചില്ല. ഏപ്രിൽ മുതൽ ക്ഷേമ പെൻഷൻ അതത് മാസം നൽകുമെന്നായിരുന്നു ബജറ്റിലെ പ്രഖ്യാപനം. ഏപ്രിൽ പിന്നിട്ടപ്പോൾ 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയായി. തെരഞ്ഞെടുപ്പിന് മുൻപ് 3 മാസത്തെ പെൻഷൻ 2 തവണയായാണ് സർക്കാർ നൽകിയത്. സർക്കാർ വാക്കുമാറിയെങ്കിലും പണപ്രതിസന്ധി മാറിയിട്ടില്ല. മന്ത്രിമാർക്ക് അലവൻസുകളും ആനുകൂല്യങ്ങളും 30 മുതൽ 35% വരെ കൂട്ടാനാണ് കമ്മീഷന്റെ ശുപാർശ. യാത്രാ ചെലവുകൾ, ഫോൺ സൗകര്യം, ചികിത്സ, താമസം തുടങ്ങി നിരവധി കാര്യങ്ങളിലും വർധനവ് വേണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. എന്നാൽ സർക്കാർ സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകുമോ എന്നത് നമുക്ക് കണ്ടറിയാം.